സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് ഈസ് പാരലൽ മേർജിങ്. അതായത് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂള് കുറച്ച് വരെ സെഫ് ആൻഡ് സേർ എടുത്തിട്ടുണ്ടാവും. ബാക്കിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പാരലൽ മെർജിങ് ആൻഡ് പാരലൽ സോർട്ടിങ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പാരലൽ മേർജിങ് അല്ലെങ്കിൽ പാരലൽ അൽഗോരിതം എന്താണെന്നുള്ളത് സർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പാരലൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ n നമ്പേഴ്സ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഷെയർഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടായിരിക്കും. ആ മെമ്മറിനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് പ്രോസസ്സർ അറ്റ് എ ടൈമിൽ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് പാരലൽ മെർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അതാണ്. ഷെയർഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടായിരിക്കും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പാരലൽ മെർജിങ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് അൽഗോരിതം പ്രൊവൈഡ് എ കോംപ്ലക്സിറ്റി ഓഫ് ബിഗ് ഓഫ് ലോഗ് n which is a good improvement over a sequential merging algorithm that has a complexity of big of n. ഓക്കെ, അതായത് സീക്വൻഷ്യൽ മെർജിങ് അൽഗോരിതത്തിനെക്കാട്ടിലും ഒന്നുകൂടെ ഗുഡ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള അൽഗോരിതമാണ് പാരലൽ മെർജിങ് അൽഗോരിതം എന്ന് പറയുന്നത്. പാരലൽ മെർജിങ് അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് ലോഗ് n ആണ്. ദെൻ അതുപോലെ സീക്വൻഷ്യൽ മെർജിങ് അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n ആണ്. ഇവിടെ പാരലൽ മെർജിങ് അൽഗോരിതമാണ് ഒന്നും കൂടെ ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് സീക്വൻഷ്യൽ അൽഗോരിതത്തിനെക്കാട്ടിലും. Okay, we explain the purpose of a sequential merging algorithm and the incapability of it while convert it into a parallel algorithm. അതായത് നമ്മൾ സീക്വൻഷ്യൽ അൽഗോരിതം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സീക്വൻഷ്യൽ അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് നമുക്ക് പാരലൽ അൽഗോരിതത്തിലേക്ക് പോവാം. ഓക്കെ, എന്താണ് സീക്വൻഷ്യൽ മെർജിങ് അൽഗോരിതം എന്ന് പറയുന്നത്? സീക്വൻഷ്യൽ മെർജിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ 2 അറേയ്സ് ഉണ്ടായിരിക്കും. ആ 2 അറേകളിൽ നിന്ന് സീക്വൻഷ്യൽ ഓർഡറിൽ എന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അറേ എ, ഫസ്റ്റ് അറേ എ എന്ന് പറയുന്നത് 3, 7, 11, 14, 19, 26 എന്നുള്ള എലമെൻറ്റ്സ് തന്നു. അതുപോലെ അറേ ബിയിൽ എന്ത് തന്നു? 13, 16, 18, 22, 24, 46 ഇങ്ങനെ തന്നു. ഇതിൻ്റെ മേർജ്ഡ് അറേ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് സി എന്ന് പറഞ്ഞിട്ട് ഒരു അറേ തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഈ 2 എ ആൻഡ് ബീനെ മേർജ് ചെയ്തിട്ട് അതിന് സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 3, 7, 11, 13, 14, 19, then 13, 14, 16, 18, 19, 22 ആൻഡ് 24 സോർട്ട് ചെയ്തിട്ട് ഇതിനെ ഓർഡറിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് സീക്വൻഷ്യൽ ഓർഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ദ മെർജിങ് അൽഗോരിതം മെയിൻറ്റെയിൻ 2 പോയിൻറ്റേഴ്സ് ഓഫ് എ ബോത്ത് അറേസ്. 2 അറേസിനും ഓരോ പോയിൻറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈച്ച് സ്റ്റെപ്പ് കമ്പയർ ദ സ്റ്റെപ്പ് അറ്റ് പോയിൻറ്റർ എ വിത്ത് എലമെൻറ്റ് അറ്റ് പോയിൻറ്റർ ബി. ഓരോ സ്റ്റെപ്പിൽ നോക്കുമ്പോഴും പോയിൻറ്റർ എയിലുള്ള എലമെൻറ്റും അതുപോലെ പോയിൻറ്റർ ബിയിലുള്ള എലമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. The minimum value is written in the final array and corresponding the pointer is incremented. അതായത് ദ മിനിമം വാല്യൂ, അതായത് ഈ എലയും ബിയിലെയും പോയിൻറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏത് വാല്യൂവിനാണോ മിനിമം വാല്യൂ ഉള്ളത് അതെന്ത് ചെയ്യും, നമ്മൾ ഫൈനൽ അറേ, അതായത് ഇപ്പോൾ ഇവിടെ സി എന്നുള്ളതാണ് ഫൈനൽ അറേ, ആ ഫൈനൽ അറേയിലേക്ക് എന്ത് ചെയ്യും, ഇത് ഈ മിനിമം വാല്യൂവിനെ റൈറ്റ് ചെയ്യും. ദെൻ ഏത് അറേയിലാണോ, എയിലാണോ ബിയിലാണോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള മിനിമം വാല്യൂ ഉള്ളത് അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് സീക്വൻഷ്യൽ മെർജിങ് അൽഗോരിതം എന്ന് പറയുന്നത്. ദ ഫോളോവിങ് അൽഗോരിതം എക്സിക്യൂട്ട് ഇൻ എ ടൈം പ്രൊപ്പോർഷണൽ ടു ദ സം ഓഫ് ലെങ്ത് ഓഫ് ഇൻപുട്ട് അറേസ്. Thus, time complexity of sequential version of merging algorithm is equal to big O of n.
ഇവിടെ ഈ ഒരു സീക്വൻഷ്യൽ അൽഗോരിതത്തിൽ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈസ് ദ പ്രൊപ്പോർഷണൽ ടു സം ഓഫ് ലെങ്ത് ഓഫ് ഇൻപുട്ട് അറേസിൻ്റെ സം ഓഫ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അതിന് പ്രൊപ്പോർഷണലായിരിക്കും അതിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് അറേസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ടൈം കൂടും. സോ ഇതിൻ്റെ സീക്വൻഷ്യൽ മെർജ് സോർട്ട് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n ആയിരിക്കും. ഓക്കെ, the merging algorithm is very sequential in nature. There is hardly any place of parallelism and concurrency. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സീക്വൻഷ്യൽ റാങ്കിങ് അൽഗോരിതത്തിൻ്റെ റാങ്കിങ് സിസ്റ്റം നോക്കാനാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ദ റാങ്ക് ഓഫ് എനി എലമെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു അറേ എ can be stated as rank of a of I, a എന്നായിരിക്കും. അതായത് ഒരു അറേ എ എന്നുള്ള അറേയിലുള്ള ഒരു ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ റാങ്ക് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, എ ഓഫ് ഐ എ എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ് in a less than or equal to any other element of a. എയിലുള്ള ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള നമ്പർ ഏതാണോ അതിനേക്കാട്ടിലും ലെസ്സർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മായിരിക്കും അതിൻ്റെ റാങ്കിങ് തീരുമാനിക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ അറേ എ എന്ന് പറഞ്ഞിട്ട് 2, 6, 12, 23, 45, 46, 57 ഈ അറേസ് തന്നിട്ടുണ്ട്. അതുപോലെ അറേ ബി എന്ന് പറഞ്ഞിട്ട് 4, 9, 11, 29, 32, 56 ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ 12 എന്നതിൻ്റെ റാങ്ക് ഓഫ് 12 ഇൻ അറേ എയിലുള്ള എലമെൻ്റ് ആയിട്ടുള്ള 12 എന്നുള്ള എലമെൻറ്റിൻ്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 12 എന്നുള്ളതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 12 എന്നുള്ളത് അല്ലേ. ഈ 12 എന്നുള്ളതിനെക്കാട്ടിലും ചെറുത് ഈ അറേ എയിലുള്ള 12 എന്നുള്ള എലമെൻറ്റിനെക്കാട്ടിലും ലെസ്സറായിട്ട് വാല്യൂ ഏതൊക്കെയാണോ എന്ന് നോക്കാം. അതായത് 2 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട് അല്ലേ. അതിനെക്കാട്ടിലും ഇല്ലല്ലോ. സോ എന്ത് ചെയ്യും, ഇവിടെ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 12, a is equal to 3 ആയിരിക്കും. ഓക്കെ, അതായത് ഈ 12നേക്കാട്ടിലും ലെസ്സറോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ള വാല്യൂസ്. ദെൻ അതുപോലെ റാങ്ക് ഓഫ് 12 ഇൻ അറേ ബിയിൽ റാങ്ക് ഓഫ് 12 എന്താണ്, ബിയിൽ 12 ഉണ്ടോ, 12 കൊടുത്തിട്ടില്ല. പക്ഷേ 12നേക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂസ് 4, 9, 11 വരെയാണ്. അപ്പോൾ 3. അപ്പോൾ വീണ്ടും എന്താണ് 3 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ ഇവിടെ അറേ എയിൽ 29 എന്നുള്ള എലമെൻറ്റിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ ഇവിടെ 29 എന്നുള്ള വാല്യൂ ഇവിടെ എലമെൻറ്റ് ഇവിടെ ഇല്ല. പക്ഷെ അതിനെക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂസ് നോക്കുക 2, 6, 12, 23 അല്ലേ. അപ്പോൾ അതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ അതുപോലെ അറേ ബിയിൽ 29 എന്നുള്ളതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 4, 9, 11, 29. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂസിങ് റാങ്ക് ഓഫ് any element of a of I or b of I in both array a and b, we find the position of that element in the merged array C. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ merged arrayയിൽ എയിലും ബിയിലും അതേ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 12 എന്നുള്ള എലമെൻറ്റിൻ്റെ എയിലുള്ള എ എന്നുള്ള അറേയിലുള്ള റാങ്കിങ്ങും കണ്ടുപിടിച്ചു, ബി എന്നുള്ള അറേയിലുള്ള റാങ്കിങ്ങും കണ്ടുപിടിച്ചു. ആക്ച്വലി നമുക്കത് മെർജ് ചെയ്തിട്ടുള്ള അറേ, ഇതിനെ രണ്ടിലും മെർജ് ചെയ്തിട്ട് സി എന്നുള്ള അറേ കിട്ടിയിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, ദ പൊസിഷൻ ഓഫ് എലമെൻറ്റ് എ ഓഫ് ഐ ഓർ ബി ഓഫ് ഐ ഇൻ സി, റാങ്ക് ഓഫ് എ ഓഫ് ഐ എ പ്ലസ് റാങ്ക് ഓഫ് എ ഓഫ് ഐ ബി ആയിരിക്കും അല്ലേ. രണ്ടും കൂടെ കൂടിയത് അരേ എയിലുള്ളതും അരേ ബിയിലുള്ളതും കൂടെ കൂടി ചേർന്നാലാണ് സിയിലുള്ളത് കിട്ടുക. The position of element b of I in C is equal to rank of b of I, a
പ്ലസ് റാങ്ക് ഓഫ് ബി ഓഫ് ഐ കോമ ബി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ എയിലുള്ള 12 എന്നുള്ളതിൻ്റെ റാങ്കിങ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ബി എന്നുള്ള അരയിൽ 12 എന്നുള്ള എലമെൻറ്റിൻ്റെ റാങ്കിങ് കണ്ടുപിടിച്ചു. ഏതാണ്? 3 + 3 ആണ് അല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് 3 and 3 ആണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഈ 12 എന്നുള്ളതിൻ്റെ റാങ്കിങ് സി എന്നുള്ള അരയിൽ അതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി അതുപോലെ 29-താണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് 4 and 4. 4 + 4 എന്ന് പറയുന്നത് 8. അപ്പോൾ സി എന്നുള്ള അരയിൽ 29 എന്നുള്ള എലമെൻറ്റിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്, റാങ്കിങ് എന്നുള്ള സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ സീക്വൻഷ്യൽ അൽഗോരിതം, അതുപോലെ സീക്വൻഷ്യൽ അൽഗോരിതത്തിൻ്റെ റാങ്കിങ്ങും ഏത് രീതിയിലാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരലലൈസിങ് എമേർജ് റാങ്കിങ് അൽഗോരിതമാണ്. പാരലലിൽ നമ്മൾ ഏത് രീതിയിലാണ് അതിൻ്റെ റാങ്കിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ എബവ് എക്സ്പ്ലെയിൻഡ് റാങ്കിങ് അൽഗോരിതം is parallel in nature. If you see carefully, the step of finding the rank of each element is an independent task. It can be done concurrently by employing n processors in a EREW param m models for merging two arrays with n/2 elements each. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഓരോ എലമെൻറ്റിനും സീക്വൻഷ്യലായിട്ട് നമ്മൾ കണ്ടെത്തണം. ആക്ച്വലി പാരലലൈസിങ് അൽഗോരിതത്തിൽ നമ്മളെന്ത് കൺകറൻ്റായിട്ട് n പ്രോസസ്സേഴ്സ് വെച്ചിട്ട് പാരലൽ മോഡൽ വെച്ചിട്ട് EREW പാരലൽ മോഡൽ വെച്ചിട്ട് നമ്മളെന്ത് കണ്ടുപിടിക്കും? ഈ ഒരു മെർജ് സോർട്ടിങ്ങിൻ്റെ റാങ്കിങ് എല്ലാം കണ്ടുപിടിക്കുന്നത്. കൺകറൻ്റായിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നത്. അതായത് n പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ട് കൺകറൻ്റായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യും. അപ്പോൾ അതിന് n/2 എലമെൻ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നത്. ബോത്ത് അറേസ് എ ആൻഡ് ബി ആർ പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് n ലൊക്കേഷൻസ് ഓഫ് എ ഗ്ലോബൽ മെമ്മറി എം. എ ആൻഡ് ബി എന്നുള്ളത് നമ്മളെ ഗ്ലോബൽ മെമ്മറി അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി ആയിട്ടുള്ള എമ്മിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും, ലൊക്കേറ്റ് ചെയ്ത് വെക്കും. Thus, each processor Pi is associated with the value of m of I. Pi എന്നുള്ള പ്രോസസ്സറിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയിലുള്ള സ്പേസാണ് m of I എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഇൻ അറേ എ. അത് എ അറേയിലുള്ളതാണ്. അതുപോലെ ആൻഡ് ഈച്ച് പ്രോസസ്സർ Pi + n/2. n/2 വരെ ഉണ്ട് മെമ്മറി ലൊക്കേഷൻസ്, മെമ്മറി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. സോ Pi + n/2 is associated with the value m of I + n/2. that is in B array. എന്തായിരിക്കും? ബി അറേയിലുള്ളതായിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ പ്രോസസ്സറിനെ ഡിവൈഡ് ചെയ്തിട്ട് n/2 ആക്കി മാറ്റി, n/2 രണ്ടെണ്ണം ആക്കി മാറ്റി, ഒരു അറേനെ ബൈ ചെയ്തിട്ട് നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ മെമ്മറി ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ എന്നുള്ള അരേക്ക് സെപ്പറേറ്റ് ഒരു ലൊക്കേഷൻ കൊടുത്തു, ഒരു m of I എന്ന് പറഞ്ഞിട്ട്. ദെൻ ബി എന്നുള്ള അരേക്ക് m of I + n/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനും അസോസിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദ പ്രോസസ്സർ അസോസിയേറ്റഡ് വിത്ത് ദ ലോവർ ഹാഫ് ഓഫ് ആൻ അരേ പെർഫോം എ ബൈനറി സെർച്ച് ഓൺ ദ അപ്പർ ഹാഫ് ഓഫ് ആൻ അരേ ടു ഫൈൻഡ് ദ റാങ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് എലമെൻറ്റ്. അതായത് ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ഫസ്റ്റ് ഒരു അരേ തന്നിട്ടുണ്ട്, 1 5 7 9 3 17 19 23 എന്ന് പറഞ്ഞിട്ട് ഒരു അരേ. അതുപോലെ നെക്സ്റ്റ് അരയാണ് 2 4 8 11 12 21 22 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരേ. അപ്പോൾ ഇത് രണ്ട് അരയാണ്, മുകളിലൊരു അരേ, താഴെ വേറൊരു അരേ.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പാരലലൈസ് ചെയ്യണം അല്ലേ. പാരലലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷൻസിനായിട്ടുള്ള ഷെയർഡ് മെമ്മറീനെയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് അറേയിലുള്ള ഒരു എലമെൻറ്റും സെക്കൻഡ് അറേയിലുള്ള ഒരു എലമെൻറ്റും ചെയ്യും. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ചാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ബൈനറി സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി സോർട്ടഡ് ആയിട്ടുള്ള അറേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സെർച്ചിങ് നടത്തുകയാണ് അല്ലേ. അപ്പോൾ കമ്പാരിസൺ ചെയ്തിങ്ങനെ പോവാണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് അറേ എന്ത് ചെയ്യും, ഹാഫ് അറേ, അതായത് താഴെയുള്ള അറേനെ ബൈനറി സെർച്ച് നടത്തും, അതായത് അതിൻ്റെ റാങ്കിങ് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ താഴെയുള്ള അറേ ലോവർ ഹാഫിലുള്ള അറേ എന്ത് ചെയ്യും, അപ്പർ ഹാഫിൽ എന്ത് ചെയ്യും, ബൈനറി സെർച്ച് ഓപ്പറേഷൻ നടത്തും. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ഇതിൽ ഓക്കെ, ദ പ്രോസസ്സർ അസോസിയേറ്റഡ് വിത്ത് ദ ലോവർ ഹാഫ് ഓഫ് ആൻ അറേ പെർഫോം എ ബൈനറി സെർച്ച് ഓൺ ദ അപ്പർ ഹാഫ് ഓഫ് ആൻ അറേ ടു ഫൈൻഡ് റാങ്ക് അസോസിയേറ്റഡ് വിത്ത് ദ എലമെൻറ്റ്. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, അതായത് ലോവർ ഹാഫിലുള്ള ഈ അറേ, എന്ത് ചെയ്യും, അപ്പർ ഹാഫിലുള്ള ഈ ഒരു അറേനെ എന്ത് ചെയ്യും, ബൈനറി സെർച്ച് നടത്തും. അതായത് റാങ്ക്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതായത് ഈ ഭാഗത്തുള്ള അറേസ് ഫസ്റ്റ് ഇതെന്ത് ചെയ്യും, ഇവിടെ ബൈനറി സെർച്ച് നടത്തും, ഇതിൻ്റെ ആയിട്ടുള്ള റാങ്കിങ് ഉണ്ടോയെന്ന് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ല, ഇവിടെ 2നേക്കാട്ടിലും ലെസ്സറാണ് 1 അല്ലേ. അപ്പോൾ 1 ഇവിടെ പ്ലേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ പോയിൻ്റർ 1 ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ 5ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യും, ബൈനറി സെർച്ച് നടത്തും. ഇപ്പോൾ ഈ ഒരു അപ്പർ ഹാഫ് ഇനി നെക്സ്റ്റ് ഇവിടെയാണ് ബൈനറി സെർച്ച് നടത്തുക. ഇവിടെ 5നേക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇവിടെ 2 ഉണ്ട് അല്ലേ, അപ്പോൾ ആ 2നെ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ദെൻ നെക്സ്റ്റ് 2ൻ്റെ പോയിൻ്റർ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, 4 ആയി. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും ബൈനറി സെർച്ച് നടത്തും ഇതിൻ്റെ മേലിൽ, അതായത് 4നേക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂ ഉണ്ടോ നോക്കും, ഇല്ല. അപ്പോൾ 4നെ ഇവിടെ റീപ്ലേസ് ചെയ്തു. ദെൻ 4 എന്ത് ചെയ്യും, 4ൻ്റെ പോയിൻ്റർ ഒന്നും കൂടെ ഇൻക്രിമെൻ്റ് ചെയ്യും, 8ലേക്ക് എത്തും. ദെൻ ഇവിടെ ഈ ഒരു ലോവർ ഹാഫ് എന്ത് ചെയ്യും, അപ്പർ ഹാഫിലേക്ക് ബൈനറി സെർച്ച് നടത്തും. അതായത് 8നേക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂ ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ട് അല്ലേ. അതായത് 7 ഇവിടെ റീപ്ലേസ് ചെയ്യും. ദെൻ ഇതിൻ്റെ പോയിൻ്റർ 9ലേക്ക് പോവും. ദെൻ ഈ 9ഉം അതുപോലെ ഈ ഒരു അറേ എന്ത് ചെയ്യും, ലോവർ അറേയുമായിട്ട് ബൈനറി സെർച്ച് നടത്തും. 9നേക്കാട്ടിലും ലെസ്സറായിട്ടുള്ള വാല്യൂ ഉണ്ടോ എന്ന് നോക്കും, ഇല്ല, ഇവിടെ 9നെ എഴുതും. ദെൻ 13ഉം 11ഉം തമ്മിൽ നോക്കും. അപ്പോൾ 11 ആണ് ലെസ്സർ. അപ്പോൾ ഈ 11 ഇങ്ങോട്ടേക്ക് എഴുതി. ദെൻ ഇവിടെ വാല്യൂ എന്തായി, 12 ആയി. ദെൻ 12ഉം 13ഉം വീണ്ടും സെർച്ച് ചെയ്യും. അപ്പോൾ 12നെയാണ് എന്ത്, ലെസ്സർ വാല്യൂ. ദെൻ ആ 12നെ ഈ ഒരു മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്തു. ദെൻ 13ഉം 21ഉം അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കുക, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ പ്രോസസ്സർ അസോസിയേറ്റഡ് വിത്ത് ദ ലോവർ ഹാഫ് ഓഫ് ആൻ അറേ പെർഫോം എ ബൈനറി സെർച്ച് ഓൺ അപ്പർ ഹാഫ് ഓഫ് അറേ ടു ഫൈൻഡ് ദ റാങ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് എലമെൻറ്റ്. അതിൻ്റെ എലമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റാങ്ക് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ലോവർ ഹാഫ് ഓഫ് അറേ എന്ത് ചെയ്യും, അപ്പർ ഹാഫ് ഓഫ് അറേ എന്നുള്ളതിൻ്റെ മേലിൽ ബൈനറി സെർച്ച് നടത്തും. അതുപോലെ തിരിച്ചും അപ്പർ ഹാഫ് ഓഫ് അറേ എന്ത് ചെയ്യും, ലോവർ ഹാഫ് ഓഫ് അറേമേൽ എന്ത് ചെയ്യും, അതിൻ്റെ എലമെൻറ്റിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് ബൈനറി സെർച്ച് നടത്തും. ദെൻ ഇവിടെ അതിൻ്റെ ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അൽഗോരിതത്തിൽ പറയുന്നത്
ഇൻപുട്ടായിട്ട് 2 sorted arrays ഓഫ് n/2 elements ഈച്ച് ആർ sorted. n/2 elements ഉള്ള 2 sorted ആയിട്ടുള്ള അറേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ആക്കി മാറ്റാം? മെമ്മറി ഷെയർ ചെയ്യുമ്പോൾ m(1) to m(n/2) വരെ ഒരു അറേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ m(n/2 + 1) നെക്സ്റ്റ് മെമ്മറി സ്പേസ് അപ് ടു m(n) വരെ വേറൊരു ലൊക്കേഷനാക്കി മാറ്റാം. അപ്പോൾ ഈ മെമ്മറിനും ആദ്യം എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു, n/2 മെമ്മറി ആക്കി മാറ്റി. സോ m(1) to m(n/2) വരെ ഒരു മെമ്മറിയും m(n/2 + 1) to m(n) വരെ എന്ത് ചെയ്യും? വേറൊരു മെമ്മറി ആയിട്ട് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടണം? ഒരു സോർട്ടഡ് മെർജ് ചെയ്ത് ഒരു സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേ കിട്ടണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ ഓൾ പൈ അതായത് പ്രോസസ്സറാണ് കേട്ടോ, pi were 1 less than or equal to I less than or equal to n. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡു എന്ത്? ലോക്കൽ എക്സ് കോമ ലോ കോമ ഹൈ കോമ ഇൻഡെക്സ് വേരിയബിൾസിനെ കൊടുത്തു. ദെൻ അതിലൊരു ചെക്ക് ചെയ്യാണ്. ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 ആണ് എന്നുണ്ടെങ്കിൽ, n/2ൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ലോ ഈസ് ഈക്വൽ ടു n/2 + 1, ഹൈ ഈസ് ഈക്വൽ ടു n. ഓക്കെ, അതായത് ഈ ഒരു സ്പേസ്. ദെൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ലോ ഈസ് ഈക്വൽ ടു 1, ഹൈ ഈസ് ഈക്വൽ ടു n/2. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ കേസ് അതായത് ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 ആണെന്നുണ്ടെങ്കിൽ ലോ ഈസ് ഈക്വൽ ടു n/2 + 1, ഹൈ ഈസ് ഈക്വൽ ടു n. അതായത് ഇത്രയും പോർഷൻസ്, ബാക്കി n/2 ഉള്ള ഈ ഒരു പോർഷൻസ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എൽസിൽ ലോ ഈസ് ഈക്വൽ ടു 1 to ഹൈ ഈസ് ഈക്വൽ ടു n/2, ഇത്രയും പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഈഫ് പാർട്ടിൽ ഇത്രയും, എൽസ് പാർട്ടിൽ ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത്. ദെൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. ദെൻ എക്സ് ഈക്വൽ ടു m(i) ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ലോ പ്ലസ് ഹൈ ബൈ 2. ലോയും ഹൈയും കൂടെ ചെയ്തിട്ട് അതിനെ ബൈ 2 ചെയ്യണം. ഇഫ് എക്സ് ലെസ് ദാൻ m of index, then high is equal to index minus 1. Else law is equal to index plus 1. And if until law greater than high. ഈ ലോ ഗ്രേറ്റർ ദാൻ ഹൈ ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സിങ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് m of high plus I minus n/2 is equal to x ആക്കിയിട്ട് മാർക്ക് ചെയ്യും. അതായത് ഹൈ വാല്യൂ എക്സിലേക്ക് കൊടുക്കും. ദെൻ ഫോർ ലൂപ്പ് എൻഡ് ചെയ്തു, നമ്മുടെ ബിഗിനിങ്ങും എൻഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് പാരലൽ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, മെർജ് സോർട്ടാണ് പാരലൽ മെർജ് സോർട്ട്. n പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ അൽഗോരിതം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഈ ഒരു പിക്ചറൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് പാരലൽ മെർജ് അൽഗോരിതം. പാരലൽ മെർജ് അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്, we know that time complexity of binary search algorithm is big O of log n. ബൈനറി സെർച്ച് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O of log n ആണ്. ഹിയർ ദ ബൈനറി സെർച്ച് ഈസ് കോൾഡ് ബൈ n പ്രോസസ്സർ അറ്റ് ദ സെയിം ടൈം. n പ്രോസസ്സേഴ്സിനെ അറ്റ് ദ സെയിം ടൈമിൽ എന്ത് ചെയ്യാണ്? ഈ ഒരു ബൈനറി സെർച്ച് തന്നെ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യാണ്. So finding the rank of each element of two arrays in parallel takes big O of log n times. ഓരോന്നും എന്തായിരിക്കും? 2 അറേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താ ചെയ്യും? പാരലായിട്ട് ബിഗ് O of log n ടൈംസ് ഇതിനെ വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് ദ എലമെൻറ്റ് ടു ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ഇൻ ദ ഷെയർഡ് മെമ്മറി ടേക്സ് 1 യൂണിറ്റ് ഓഫ് ടൈം. ഇതിനെല്ലാം നമ്മൾ ഈ ഒരു ഷെയർഡ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളത് അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഓഫ് ടൈമാണ്. ഹെൻസ്
The time complexity of parallel merge algorithm with n processors is big of log n. അപ്പോൾ n പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് ലോഗ് എൻ ആണ്. കാരണം എന്താ, ഓരോ സീക്വൻഷ്യൽ ഓർഡറിലല്ല ഇത് ചെയ്യുന്നത്, പാരലലായിട്ട് അറ്റ് എ ടൈമിലാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. സോ അത്ര ടൈം മാത്രം മതി. കാരണം ഷെയർഡ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും മെമ്മറി ഒന്നാണെന്നുണ്ടെങ്കിലും n പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ട് കൺകറൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബൈനറി സെർച്ചിന് വേണ്ട ടൈം മാത്രം ഇതിന് മതിയാവും. ഓക്കെ, സോ പാരലൽ മെർജ് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് ലോഗ് എൻ ആണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാരലൽ സോർട്ടിങ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.